കാരണം ഇന്നിപ്പോൾ വേണ്ടത് ഒരു ഭരണമാറ്റമാണ്. 10 വർഷത്തെ ഭരണത്തെ ജനങ്ങൾ മടുത്തിരിക്കുന്നു. ആ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാഷ്വാലിറ്റി, ഏറ്റവും വലിയ ആ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ജനദ്രോഹം നടത്തിയ ഒരാളാണ് ഇന്നത്തെ വാസവൻ എന്ന മന്ത്രി. ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റാൻ സഹായിച്ച വ്യക്തിയാണ്. എല്ലാ കൊള്ളക്കാരെയും സംരക്ഷിച്ച ആളാണ്. സ്വർണ്ണക്കൊള്ളയിൽ വ്യക്തമായ പങ്ക് വഹിച്ച ഒരാളാണ്. ഇത്രയും നേതാക്കന്മാർ ജയിലിൽ പോയിട്ടും വാസവന് ഒരു അക്ഷരം വേണ്ടിയില്ലല്ലോ. സ്വർണ്ണക്കൊള്ള നടത്തിയ ആ ആളുകളെ സംരക്ഷിക്കുകയല്ലേ ചെയ്തത്. അവിടെ നടന്ന അയ്യപ്പ സംഗമം പോലെ ഒരു തട്ടിക്കൂട്ട് പരിപാടിക്ക് 7 കോടി രൂപ ചെലവഴിച്ച ആളല്ലേ ഈ മന്ത്രി. ഇപ്പം മന്ത്രി പറയുന്നത് എന്താ, അതെല്ലാം ദേവസ്വം ബോർഡാണെന്നാണ്. അങ്ങനെയുള്ള ഒരാളിനെ ഏറ്റുമാനൂരിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കും എന്ന വിശ്വാസം എനിക്കില്ല. മറ്റാരേക്കാൾ കൂടുതൽ ഏറ്റുമാനൂരിലെ ജനങ്ങളെ അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് വാസവന് ഒരു മറുപടി ജനങ്ങൾ നൽകും എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അതൊക്കെ താൽക്കാലികമായ കാര്യങ്ങളാണ്. സ്വാഭാവികമായും ഇപ്പം ഇടതുപക്ഷ മുന്നണിക്ക് ഇതുവരെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കാര്യം അങ്ങ് വിട്. 4 സീറ്റിൽ ഇതുവരെ ഇടതു മുന്നണിക്ക് സ്ഥാനാർത്ഥിയില്ല. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. കോൺഗ്രസ്സുകാരെ തിരക്ക് നടക്കുകയാണ്. ഒറ്റാലുമായി നടക്കുകയാണ്, ആരെ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട്. ആ ഒറ്റാലിനകത്ത് ആരെങ്കിലും കയറുമോ എന്ന് കരുതി നടക്കുകയാണ്. 4 സ്ഥാനാർത്ഥിയെ വന്നിട്ടില്ല ഇതുവരെ ഇടതുപക്ഷത്തിന്. ആ ഗതികേട് ഞങ്ങൾക്കില്ല. ഞങ്ങൾ 140 സീറ്റും പ്രഖ്യാപിച്ചു. എം ഇ ഗോവിന്ദൻ ഇപ്പോൾ ഒറ്റാലുമായി നടക്കുകയാണ്, ആരെയും ഇത് കിട്ടുമെന്ന് വിചാരിച്ച്. ആ ഗതികേട് ഏതായാലും ഞങ്ങൾക്കില്ല. ഞങ്ങൾ 140 സ്ഥാനാർത്ഥിയെ. പിന്നെ ഒരു കാര്യം കൂടി, ഞങ്ങൾ ഘടകകക്ഷിയുടെ സീറ്റ് ഉപചരണം ഒരു തർക്കവുമില്ലാതെ പൂർത്തീകരിച്ചു. കേരള കോൺഗ്രസ് ഒരു മാന്യത കാണിച്ചു. ഒരു തവണത്തേക്കാണ്, ഇതൊരു തവണത്തേക്കാണ്. ഒരു തവണത്തേക്കാണെങ്കിൽ പോലും അവരൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അപ്പം അങ്ങനെ ഒരു സാഹചര്യം യു ഡി എഫിലുള്ളപ്പോൾ യു ഡി എഫിൽ കലഹമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. ഇതിനകത്തൊരു കലഹവുമില്ല. പരിഭവങ്ങളുണ്ടാകും. ആ പരിഭവങ്ങൾ ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ തീർത്ത് മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയുടെ ഓഫീസ് പൊളിച്ചാൽ അത് ആർക്കായിരിക്കും ഗുണമുണ്ടാകുന്നത്? അപ്പോൾ അതുകൊണ്ട് 1-2 ഓഫീസ് ഇവിടെ പൊളിക്കാനാണ് എനിക്ക് പയ്യന്നൂരിലെ CPMകാരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ പാർട്ടി ഗ്രൂപ്പില്ല, എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. അതൊക്കെ ഇതിപ്പോൾ ഇലക്ഷൻ കഴിയട്ടെ, നമുക്ക് പരിശോധിക്കാം. ഇപ്പം പരിശോധിക്കേണ്ട കാര്യമാണ്. ഇപ്പം എല്ലാവരും ഒരുമിച്ച് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ശ്രീ ജോസഫ് വാഴക്കൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി രംഗം മുതൽ പ്രവർത്തിച്ചു വന്നൊരു സമുന്നതനായ നേതാവാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ എൻ്റെ കൂടെ ഉള്ള ഫിലിപ്പ് ജോസഫ് KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഇത്ര കാലമായി പ്രവർത്തിക്കുന്ന ആളാണ്. അതാ പറഞ്ഞത്, അത്തരം വളരെ പ്രഗത്ഭരായ നിരവധി നേതാക്കന്മാർ നമ്മുടെ പാർട്ടിയിലുണ്ട്. യൂജിൻ തോമസ് DCC തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അങ്ങനെ ഒത്തിരി നേതാക്കൻ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് വലിയ നേതൃനിരയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പലപ്പോഴും നമുക്ക് അസംബ്ലി, പണ്ട് ഇവിടെ കേരള കോൺഗ്രസിന് സീറ്റുള്ളത് കൊണ്ട് പലപ്പോഴും കോട്ടയത്ത് സീറ്റില്ലായിരുന്നു. ഇപ്പം കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏതായാലും ശരി, അതൊക്കെ നല്ല ആശയങ്ങളാണ്. നമുക്ക് നോക്കാം. അതല്ല, ഞങ്ങൾ 92 സീറ്റ് മത്സരിക്കുന്നുണ്ട്. ഞങ്ങൾ 140-ൽ 92 സീറ്റ് കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്. പിന്നെ ചില ഘട്ടങ്ങളിൽ CPM വിട്ട് JPMനോട് പ്രതിഷേധിക്കുന്ന ആളുകൾക്കൊരു പൊതു പിന്തുണ നൽകണമെന്നൊരു അഭിപ്രായം പാർട്ടിയിലുണ്ടായതാണ്. അങ്ങനെയാണ് അവർക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നത്. ലാസ്റ്റ് ചോദ്യം, ഈ ചർച്ച നടക്കുന്നതിനിടയ്ക്ക് അങ്ങ് വാഹനത്തിൽ കയറി പോകുമ്പോൾ ഫോണിൽ സംസാരിക്കുന്ന ഒരു സംഭാഷണം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. പരമാവധി MLA-മാരെ നമുക്കൊപ്പം കൂട്ടാൻ നോക്കാം. അതല്ല, അതിന് വന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഈ മുകുന്ദൻ ഞങ്ങളോട് വന്നല്ലോ, ഞങ്ങളെ കാണാൻ വേണ്ടി ഡൽഹി വന്നു. അപ്പോൾ എന്നോടൊരാൾ ആ തൃശ്ശൂരിൽ നിന്ന് വിളിച്ച് ചോദിച്ചതാണ്, എന്തിനാണ് ഈ മുകുന്ദനെ MLA എന്തിനാണ് കൂട്ടുന്നത്? ഈ ചോദ്യം ചോദിച്ചതിനോട് ഞാൻ പറയും, പരമാവധി MLA-മാർ വരുവാണെങ്കിൽ അവരെ കൂടെ നിർത്തണ്ടേ എന്ന് ഞാൻ ചോദിച്ചത്. പക്ഷേ സോഷ്യൽ മീഡിയയിലും മറ്റും എന്തും എഴുതാവുന്ന ഒരു മേഖലയായതുകൊണ്ട് അവർ ഞാൻ കൂടുതൽ MLA-മാരെ കൂടെ നിർത്താൻ ശ്രമിക്കുകയാണെന്നാണ് എഴുതിയത്. എന്ത് ചെയ്യാൻ പറ്റും?
അന്ന് ഈ മുകുന്ദൻ അവിടെ വന്നിരുന്നു. ഏത്? ഡൽഹിയിൽ. അയാൾ എന്നെ കാണാൻ വേണ്ടി വന്നതല്ല, വേറെ ആരും വിളിച്ചിട്ട് വന്നു. അപ്പോൾ എന്നോട് ഈ നാട്ടികക്കാരിൽ ആരോ, നമ്മുടെ ഷൈൻ നാട്ടിക വിളിച്ച് എന്നോട് ചോദിച്ചു. ഷൈൻ നാട്ടിക ചോദിച്ചു, സാറേ എന്തിനാണ് ഈ മുകുന്ദൻ MLA കൂടെ നിർത്തുന്നത്, എന്തിനാണ് അയാളെ സംരക്ഷിക്കുന്നത്, അയാൾ നമ്മൾക്ക് വേറെ ആളിനെ നിർത്തിക്കൂടെ? ഞാൻ പറഞ്ഞു, പരമാവധി MLA വന്നാൽ അവരെ നമ്മൾ കൂടെ നിർത്തണ്ടേ എന്ന് ചോദിച്ചതാണ്. അടർത്തിയെടുത്ത് ഇങ്ങനെ വെച്ചത്. ഒരു രക്ഷയില്ല. നിങ്ങളോട് മുകുന്ദൻ സീറ്റ് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷത്തിൽ നിന്ന് MLA വരുമ്പോൾ അവരെ നമ്മൾ കൂടെ നിർത്തേണ്ടതാണ് ചോദിച്ചത്. പക്ഷെ അത് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അവരിട്ടത്. എന്ത് ചെയ്യാൻ പറ്റും? അത് സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ നമ്മൾ പറയുന്ന മുഴുവൻ വാചകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാതെ. ഇയാൾ വന്നത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഈ ഷൈൻ വിളിച്ചപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. ഇത്തവണ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ട്, എല്ലാവരുടെയും.